ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കാലങ്ങൾക്ക് ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് കേട്ടോ. നമ്മളൊരു ക്യാമ്പിനൊക്കെ വരുന്നൊരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഇങ്ങനെ എൻ്റെ കറൻറ്റ് കണ്ടീഷനും ഒക്കെ കാണിച്ചിട്ടൊക്കെ ഒരു വ്ളോഗ്, ഇങ്ങനെ ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്. അപ്പോൾ ഇനിയും ഫേസ് കുറേ നീര് പോകാനുണ്ട്, ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. ഇപ്പോൾ ഏകദേശം സർജറി കഴിഞ്ഞിട്ട് 2 വീക്സ് കഴിഞ്ഞു സർജറി കഴിഞ്ഞിട്ട്. ഇനിയും ഇവിടെയൊക്കെ ആയിട്ട് നീര് കുറയാനും ഒക്കെ ഉണ്ട്. അപ്പോൾ കല്യാണത്തിന് പോകുന്നുണ്ടെന്നുള്ള ഫുഡ് കഴിക്കാനും ഇതിനൊന്നും പറ്റില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പോൾ കുറേയൊക്കെ ബെറ്റർ ആയിട്ടോ, കാരണം നമ്മളതിൻ്റെ ഇടയിലൊന്ന് ഡോക്ടറെ കാണിച്ചൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ്, സെമി സോളിഡ് ഐറ്റംസൊക്കെ കഴിച്ച് തുടങ്ങാൻ പറഞ്ഞു എന്നോടൊപ്പം. ഞാൻ വീട്ടിൽ നിന്ന് പപ്പൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്, പക്ഷേ ഇവിടെ നിന്നൊന്നും കഴിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ പോണ വഴിക്കുവാറോ അല്ലെ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കുന്നതാണ്. ജ്യൂസ് എന്റെ അമ്മ പ്രത്യേകം പറഞ്ഞാണ്. ജ്യൂസ് അങ്ങനെ പറഞ്ഞു, വെള്ളം വാങ്ങി കൊടുക്കണമെങ്കിൽ ചായയോ ചൂടുള്ള മാത്രം, പുറത്തൊന്നും കുടിക്കണ്ടായിരുന്നു ഉമ്മച്ചി. അപ്പോൾ ചൂടുള്ള എന്തെങ്കിലും മാത്രം കുടിച്ചാൽ മതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉമ്മച്ചിക്കാണ് ഏറ്റവും വലിയ പേടിയിട്ടാണ്. ഞാൻ പിന്നെ അത് എത്രയോ ചോദിച്ചിട്ട് ഞാനൊന്ന് പുറത്തിറങ്ങട്ടെ, ഉമ്മാൻ്റെ വീട്ടിൽ പോകണ്ടാറിനാണ്ട് കഴിഞ്ഞു. ഡോക്ടർമാരൊക്കെ പറഞ്ഞു പോണേന് കുഴപ്പമില്ല, കെയർ ചെയ്താൽ മതി. പക്ഷെ ഉമ്മച്ചിക്ക് നല്ല പേടിയായിരുന്നു. പക്ഷെ എന്നാലും എനിക്കൊന്ന് പുറത്തിറങ്ങാനുള്ളൊരു അവസരം കൂടി ആയിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കിയിരിക്കുന്നത്, അല്ലേ? നമ്മളെ ക്യാമറമാൻ ഉണ്ട് ഇവിടെ. ഹായ് പറയൂ. ഹായ് ഗൈസ്. അപ്പം വ്ളോഗ് എടുക്കാൻ നല്ല സുഖമായിരുന്നു, കാരണം അവനൊന്നും തിരിച്ചു പറയില്ല. ഇപ്പൊ കുറച്ചു മുന്നേ ഞാൻ എടുക്കാൻ നോക്കിയപ്പോൾ ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്നെ തിരുത്തുക, അതൊരു സുഖം കിട്ടുന്നില്ല. എനിക്ക് സംസാരിക്കാനൊക്കെ കഴിയുന്നുണ്ട്. അതെ, ഇപ്പൊ അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴാകുമ്പോൾ മോനെ എന്തെങ്കിലും പറയാ, ഇത് ഫ്ലോ ആവണില്ല. നോക്കട്ടെ, ഫ്ലോ ആവുന്നുണ്ടെങ്കിൽ ബാക്കി വീഡിയോസ് ഞാൻ എടുക്കും. ആയിക്കോട്ടെ. അപ്പോൾ ഇപ്പോഴും കറക്റ്റ് ചില വാക്കുകളൊന്നും കിട്ടൂല കേട്ടോ. അപ്പോൾ ചില വാക്കുകളിൽ സ്പോട്ടഡായി വരില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങളത് മനസ്സിലാക്കി എടുത്താൽ മതി ഞാൻ എന്താ പറഞ്ഞത്. ചില വാക്ക് ഉച്ചാരണം കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ നമ്മളിപ്പോൾ കല്യാണ വീട്ടിൽ ഓഡിറ്റോറിയത്തിലെത്തി. അങ്ങനെ വിളിച്ച് പറഞ്ഞോണ്ടാണ്, ഓനെയും വിളിച്ചു, ഇന്നെ വിളിച്ചിട്ടും എന്തായാലും ഇവരൊക്കെ കൂട്ടി വരണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും വിളിച്ചിക്കണം. അപ്പം വേറെ ആർക്കും ഒഴിവില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഓനെങ്കിലും വരിക, പിന്നെ ഓനൊന്ന് പുറത്തിറങ്ങണം എന്നുള്ളൊരു മൈൻഡും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ ഇറങ്ങിയതാണ്. ബാക്കി പറഞ്ഞു. നോ സോഷ്യൽ ആങ്സൈറ്റി. നോക്കട്ടെ എന്തിനാ മാസ്ക് ഒക്കെ ഇട്ടേ? മാസ്ക് ഇട്ടത് പൊടിയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും ഇൻഫെക്ഷനുകളൊക്കെ വരാതെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്ക് ഇട്ടത്. മൈക്ക് എടുക്കാൻ മനസ്സിലായി. ആ മൈക്ക് എടുത്തോ? ഒന്നായിട്ട് തിരിഞ്ഞു എടാ വന്ന് എന്താ മാറ്റി കൊടുക്കില്ലേ എന്ത് ബൈക്ക്? വയ്യെങ്കിലും ഓന് നന്മ മരത്തിന് കുറവില്ല. ഒരു ദിവസം ഒരു നന്മെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് വയ്യാന്നുള്ളതും കൂടി ആലോചിച്ചിട്ട് വേണം നന്മ ചെയ്യാറുണ്ട്. കുറ്റം പറയണേ അവിടെ ചോറ് കാണാൻ. സർജറി കഴിഞ്ഞിട്ട് റെഡി ഫുഡ് നിങ്ങൾ കഴിക്കുക, ഞാൻ നോക്കിക്കുക. അതിന് കഴിക്കാൻ ഇപ്പം അപ്പം കറിയൊക്കെ കഴിക്കാൻ പറ്റും, പക്ഷെ ഞാൻ തിന്നൂല. ആ ഹലോ, എന്ത് നല്ല ഫാനാ? നല്ല ഫാനാട്ടോ, ഇവിടെ നല്ല ഫാനാണ്. അനാൻഷ വീട്ടിലാണ്. ആ പേരെന്താണ്? എന്റേതോ? മേറ. എത്രയിൽ പഠിക്കണേ? 3-ല്. ഇവിടെ എത്രയിലാ വെച്ചേ? 6-ല്, 7-ല്, അല്ല 8-ല്? ശരിക്കും എത്രയില്ല? 8-ലാണ്. ഇത് വീഡിയോയിലാണ്. എൻ്റെ പേര് പറഞ്ഞോ? ബ്ലോഗിൽ വരും കേട്ടോ. ആ ഹലോ, ഹായ്. ഒരു പറ്റം കുട്ടികൾ നമ്മളെ ചുറ്റിയിട്ടുണ്ട്. ഹായ്.
യൂട്യൂബിൽ റീൽസും കാണലുണ്ട്, യൂട്യൂബും കാണലുണ്ട്. മെയിൻ യൂട്യൂബാണോ? ലൈക്ക് ചെയ്യലുണ്ട്, അതൊക്കെ അറിയാം. പല്ലിനല്ലേ സർജറി. വ്ളോഗ് എല്ലാവരും കാണലുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പോൾ മോൻ ലീവാ. അപ്പോൾ വ്ളോഗ് എല്ലാവരും കാണട്ടോ, ഇനിയും കാണട്ടോ. ഇത് വ്ളോഗിൽ വരും കേട്ടോ. ഓക്കെ, ടാറ്റ. എല്ലാവരും വ്ളോഗിൽ ഹായ് കൊടുക്കി, ഹായ് കൊടുക്കി എല്ലാവരും. അനിയനാണ്. ബൈക്കിന്റെ ബാക്കിൽ ഒരു നമ്പർ കാണിച്ചിരുന്നില്ലേ ആ നോമ്പിന്റെ അന്ന്, അതില് വിളിച്ചു മോനെ ഗൾഫാക്കാന്റെ നമ്പർ വീഡിയോയിൽ വെട്ടീനി, അതില് വിളിച്ചിക്കണ്. അതിലൊരാൾ അവനാണ്. ഗൾഫ് ആള് കൂടിയിട്ടാ വടച്ചാണ്. ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇഷാൻ കുറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല മൊത്തത്തിൽ. വീട്ടില്ല. ഉള്ള ആള് കൂടി. ഞാൻ പോട്ടണ്ട. ഇല്ല, അതൊന്നും വരുള്ളൂ. ഓളും കൂടി എടുത്തോ. ഇവിടെ ഒക്കെ ബ്ലോക്കായി. ആൾക്കാർ പോയിക്കോട്ടെ. അങ്ങോട്ടൊന്ന് നോക്ക്, ഇവിടെ തിരക്ക്. വന്നിട്ടില്ല. അവന് നാളെ എക്സാം. എടുത്തോ, നീ എടുത്തോ, എനിക്കെടുക്കാൻ. അതാരാണ്? എടുത്തോളി. അതൊക്കെ മതി. എല്ലാവരും നിന്നാളിട്ടാ. ഗൈസ്, അങ്ങനെ നമ്മൾ നേരത്തിനും കാലത്തിലെ കല്യാണത്തിന് എത്തിക്കൊണ്ട് ഫുഡ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇതിലൊരു സങ്കടമല്ല കേട്ടോ. എനിക്ക് നല്ല അധികം സന്തോഷമാണുള്ളത്. എന്നോട് വന്നപ്പോൾ തന്നെ ഫുഡ് അറിയുന്ന കളിയാക്കലേനു വലി. അപ്പോൾ ഇവൽക്കും ഫുഡില്ല, എനിക്കും ഫുഡില്ല കേട്ടോ. ഈച്ചുവിൻ്റെ ഒക്കെ ഫുഡ് ഉണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്നാൻ പറ്റുമോ? പുറത്തു നിന്നാ കാണാം. കണ്ടത് സന്തോഷം. മൈക്ക് കൈൻ്റെ ഇടയൊക്കെ കുടുങ്ങി. വ്ളോഗിൽ വരുമോ? ഓക്കെ ബൈ. കിട്ടുന്നു. നമ്മളെ യാത്ര തിരിക്കുകയാണ്. ഇതൊക്കെ ഇന്ന കിട്ടുന്നുണ്ടോ? വെറുതെ ഞാൻ ചെറിച്ച് പിടിച്ചിട്ടുള്ളൂ. ക്യാമറ സ്കില്ലിനെ ഒരിക്കലും ചോദ്യം ചെയ്യില്ല. ക്യാമറ സ്കില്ല് ഏകദേശം ഒരു 20 ലക്ഷം ആൾക്കാർ കണ്ടു കഴിഞ്ഞു. ക്യാമറ സ്കില്ല് നിങ്ങളെല്ലാം പറഞ്ഞ ഫാൻസുകാരടക്കം ഇന്നെ
ചോദ്യം ചെയ്യും, എന്തിനാ അങ്ങനെ പറഞ്ഞു വെച്ചിങ്ങാണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും പറയില്ല. എന്താന്ന് വെച്ചാൽ ഇതിലേത് അറിയാത്തവർക്ക് വരെ വീഡിയോ എടുക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. വെറുതെ നമ്മളെ ഓസ്മോന്റെ ഒരു പ്രത്യേകത കണ്ടത് നോക്കണം. ഇതിൽ ട്രാക്കിംഗ് ഓൺ ആക്കിയിട്ടിട്ട് വെറുതെ അങ്ങോട്ട് പിടിച്ചെടുത്താൽ മതി. വീഡിയോന്റെ സ്വിച്ച് ഓൺ ആക്കുക. അറിയില്ലല്ലോ, ഞാനും അറിയില്ല. ഞാനും ഇതന്നെ അറിയില്ല. ഇതൊരു സാധനം പുതിയ ഒരു മോഡൽ. എനിക്ക് എന്താ മനസ്സിലാവില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് മനസ്സിലായില്ല. കൂട്ടുകാരികളൊക്കെ എനിക്ക് മെസ്സേജ് ഇത് വരും, കാറ്റ് വരും. കോപ്പറല്ല, ഓള് ഗോപ്പറാണ് ഉദ്ദേശിച്ചത് കേട്ടോ. എൻ്റെ ഇതൊന്നും വ്ളോഗിൽ വരും വെച്ച് കണ്ട വ്ളോഗ്. ഫോട്ടോ എടുത്തോളൂ. നമ്മളറിയില്ലല്ലോ അറിയില്ലല്ലോ. ഫോട്ടോ കൊടുക്കണേ എന്നറിയില്ല. വേറെ വ്ളോഗിന്റെ പേര് പറഞ്ഞല്ലോ, ഉണ്ടാക്കാൻ അറിയില്ല. എന്തായാലും പറയാ വ്ളോഗിൽ വരും കേട്ടോ. ഇജ്ജ് വരും. ഇന്നാലും എനിക്ക് മനസ്സിലാവില്ല. ഇല്ലല്ലോ, എന്താണ് മനസ്സിലായി. എന്താ പറയുക, നിഷ്കളങ്കരായ കുട്ടികളാണ്. നിഷ്കളങ്കരാണ് കോപ്പറ പറഞ്ഞത്. ആ നോളജൊക്കെ ഉണ്ട്. ഹലോ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മളെ കല്യാണത്തിൽ വന്ന സ്പെഷ്യൽ ക്യാമറമാൻ. അതെ, സ്പെഷ്യൽ ഒന്നല്ല, സ്പെഷ്യൽ തന്നെ. പിന്നെ കല്യാണത്തിന് വന്നിട്ട് ഈച്ചുള്ളതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കിട്ടായിട്ടില്ല കേട്ടോ. അതൊന്നല്ല, ഈച്ചുവിന്റെ കൂടെ കഴിക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ കല്യാണപ്പുറം ഫുഡ് കഴിക്കാതെ ഇറങ്ങി. അപ്പോൾ ക്യാമറമാനെ കൊടുക്കണ്ടെന്നൊക്കെ ആരെങ്കിലും ചോദിച്ചു. നമ്മൾ കൊടുക്കില്ല കേട്ടോ, അത് സ്പെഷ്യൽ ക്യാമറമാനാണ്. അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയപ്പോഴുള്ള വിശേഷങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് നമ്മളിങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ പോയത്? 10 ദിവസം കഴിഞ്ഞിട്ടാണ് പോയത് അല്ലേ? സർജറി കഴിഞ്ഞിട്ട് 10-ാം തീയതി കാണിച്ചേ. ഏകദേശം 2 ആഴ്ച ആവണേനടുത്താണ് നമ്മൾ പോയി ഡോക്ടറെ കാണിച്ചത്. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ നല്ല രസമായിരുന്നു. ഡോക്ടർമാർ ഫസ്റ്റ് ആയിരുന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, എനിക്ക് പാട്ടൊക്കെ പാടൂലേ, അതൊന്നും എനിക്കറിയില്ല, എന്തൊക്കെ ആദ്യം പറയണ്ടേന്ന് പറഞ്ഞിട്ടോ. പിന്നെ അത് അനൂപ് സാർ കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ തുന്നൊക്കെ അയച്ചു കേട്ടോ. തുന്നൊക്കെ 19 സ്റ്റിച്ച് ഉണ്ടായിരുന്നു ഏകദേശം. അപ്പോൾ ഒരിനോട് ആദ്യം ചോദിച്ചു ഇഞ്ചക്ഷൻ അടിക്കണം. ഞാൻ പറഞ്ഞു വേണ്ട, കാരണം ഇപ്പോൾ തന്നെ ഇപ്പോഴും തരിപ്പ് ഇതിൻ്റെ വിട്ടിട്ടില്ല. അപ്പം ഞാൻ തരിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻ അടിക്കണമെന്നാണ് ചോദിച്ചത്. അത് മാത്രമല്ല, അത് അടിക്കുകയാണെങ്കിൽ ഒറ്റ വട്ടം അടിച്ചാൽ പോരാ. കാരണം ഇവിടുന്ന് ഇവിടെ വരെയും തുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലായിടത്തും ഇഞ്ചക്ഷൻ അടിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു ഇഞ്ചക്ഷൻ വേണ്ട, ഞാൻ വേദന സഹിച്ചോളാന്ന് പറഞ്ഞു. അതിൽ ഇന്നെങ്ങനെ വേണ്ടില്ലേനി അടിച്ചാൽ മതി എന്നൊക്കെ തോന്നി. പക്ഷെ എന്നാലും സഹിച്ച് നിന്ന് നല്ല വേദന ഉണ്ടായിരുന്നു സ്റ്റിച്ച് എടുത്തപ്പോൾ. എനിക്കാണെങ്കിൽ മറ്റേ സക്ഷൻ ട്യൂബ് കൂടെ ചോര ഇങ്ങനെ പോണത് കാണുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി നല്ല അത്യാവശ്യം മല്ലുകെട്ടുള്ള പണി തന്നെയാണ് എടുക്കണത്. പിന്നെ അത് കഴിഞ്ഞു. പിന്നെയാണ് ഡോക്ടർ പറഞ്ഞത് ഇനി സെമി സോളിഡ് ആയിട്ടുള്ളൊക്കെ. ഡോക്ടർ പറഞ്ഞിട്ടോ, എൻ്റെ വ്ളോഗിൽ ഞാൻ ശ്രദ്ധിച്ചു, ഈ 1 മാസം ജ്യൂസ് എന്ന് പറയുന്നുണ്ട്. 1 മാസം ഒന്നും ജ്യൂസ് വേണ്ട, ജ്യൂസ് ഒരു 2 ആഴ്ചക്കാണ്. ഡോക്ടർ പറഞ്ഞു വ്ളോഗിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അത് നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല. 1 മാസം ഒന്നുമല്ല, പിന്നെ നിങ്ങളൊരു 2 ആഴ്ചയൊക്കെ ജ്യൂസ് കുടിച്ചാൽ മതി. പിന്നെ തൊട്ട് നിങ്ങൾക്ക് സെമി സോളിഡ് ആയിട്ടുള്ള ഇഡ്ഡലിയൊക്കെ കുതിർത്ത് കഴിക്കുക, അപ്പം കഴിക്കുക, പിന്നെ അതേപോലെ പത്തിരി അങ്ങനത്തെ ഒക്കെ കഴിച്ച് തുടങ്ങുക ഡോക്ടർ പറഞ്ഞു. പിന്നെ മിഥിലേഷ് ഡോക്ടർ പറഞ്ഞ് എനിക്ക് വ്ളോഗ് എടുക്കണതിനോടും പറഞ്ഞില്ല, ഞാൻ വീഡിയോയിൽ ഇന്നെ കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടു. ആദ്യം പറഞ്ഞേ ഞാൻ കുറച്ചുകൂടി ലുക്കിൽ വന്നീനു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്തത്. ഇപ്പം കുറേ പേർക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റി. അവർക്ക് കുറേ എൻക്വയറീസ് വന്നു എന്ന് അവർ പറഞ്ഞിട്ടോ. കുറേ ആൾക്കാർ ഓരോ OP-യിലേക്കൊക്കെ സർജറി വരെ എത്തിക്കണം എന്ന് ഓർക്ക് ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. അപ്പം ഈ ചെറിയ കുട്ടികളൊക്കെ കുറെ എൻക്വയറി ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഓർക്ക് ഇപ്പൊ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ റെഡിയാവും. ഡോക്ടർമാർക്കും ഇത് കീറി മുറിക്കണം എന്നുള്ളൊരു മൈൻഡ് ഒന്നും ആയിരിക്കില്ല. ഡോക്ടർമാരും ഇത്
എന്നോട് ആദ്യം അനൂപ് സാർ ആദ്യം പറഞ്ഞു ഇപ്പോഴും നമ്മളെ നാട്ടുകാർ അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണിത്. ഡോക്ടറോട് ഒരാൾ ചെന്ന് പറഞ്ഞല്ലോ എന്തിനാ പഠിച്ചോന്ന് എന്ന് മുഖം ഇതാക്കണം അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. ശരിക്കും അത് അങ്ങനെയല്ല. നമ്മളൊരു അസുഖം വന്നാൽ നമ്മൾ കാണിക്കും. അതുപോലെ തന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റൂല, എനിക്ക് മര്യാദയ്ക്ക് ചില വാക്കുകൾ പറയും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു. ചവച്ചിറക്കാൻ പറ്റൂല. ഞാൻ വിഴുങ്ങി വിടലായിരുന്നു ഫുഡൊക്കെ. പക്ഷെ എന്നാലും ഞാൻ വിഴുങ്ങി വിട്ടാലും നല്ലോണം കഴിക്കലുണ്ടായിരുന്നു. അത് വേറെ കാര്യം. പക്ഷെ ഇനിയിപ്പോൾ ഇത് റെഡിയായി വരാണ്ട് എന്നാലും മൊത്തത്തിൽ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ നല്ല കാര്യമാണ് ചെയ്തത്, എല്ലാവർക്കും ഇതിനെ പറ്റി കുറേ ആൾക്കാരൊക്കെ അറിയാത്തവർക്കൊക്കെ അറിയാൻ പറ്റി, നന്നായി എന്തായാലും. അപ്പോൾ ഞാൻ ഡോക്ടർ പിന്നെ അതുപോലെ പ്രമോദ് സാർ എന്നെ വിളിച്ചു കേട്ടോ ഇറങ്ങാൻ നേരത്തെ. സാറ് മാസത്തിൽ സർജറി ചെയ്ത മെയിൻ ഡോക്ടർ സർജറിൻ്റെ പ്രമോദ് ഡോക്ടർ. അപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ച് ഡോക്ടർ മിംസ് ഡോക്ടർ ശരിക്കും അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. അപ്പോൾ മിംസിൽ വല്ലപ്പോഴും വിസിറ്റിംഗ് ആയിട്ട് വരലുള്ളൂ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും എന്നോട് ഡോക്ടറിനെ കാണാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നമ്മളെന്തായാലും വ്ളോഗായിട്ട് എടുക്കുന്നതാണ്. ഇത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് വ്ളോഗ് എടുക്കാൻ ക്യാമറമാൻ ഇല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ നമ്മൾ വ്ളോഗ് എടുത്തില്ല. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് അതൊക്കെയാണ് ഡോക്ടർമാർ പറഞ്ഞത്. എല്ലാം ചെയ്ത് നല്ല മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോന്നോ? ഫീൽ ചെയ്യാനായില്ലല്ലോ, കാരണം ഇപ്പോൾ എനിക്കിപ്പോൾ തരിച്ച് കിടക്കാണ്. മാറ്റം ഫീൽ ചെയ്ത് വെച്ചാൽ എൻ്റെ പല്ലിൻ്റെ പൊസിഷൻ മൊത്തത്തിൽ മാറി. ഈ സാധനം ബാക്കിലുണ്ടായി. ഇപ്പം എൻ്റെ ബൈറ്റൊക്കെ നല്ല കറക്റ്റ് ആണെന്ന് അവർ പറഞ്ഞു. ബൈറ്റൊക്കെ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെന്താ പറയാ, വേറെ അങ്ങനെ മാറ്റം തോന്നാൽ ഫുഡ് കഴിക്കുമ്പോഴും ഇപ്പോഴും എനിക്ക് പല്ലൊക്കെ തരിച്ച് കിടക്കണോണ്ട് പല്ലില്ലാത്ത പോലെ ഞാൻ അങ്ങനെ ചവച്ച് കഴിക്കണ്ടെന്നുള്ളൂ. എല്ലാരും അതാ പറയണം. ഇപ്പൊ ഒരു തടിച്ച ഇവിടെ നല്ല നീര്, അതിന് ഇവിടൊക്കെ നീരുണ്ട്. ഇവിടൊക്കെ നീര് അങ്ങോട്ട് ഇങ്ങോട്ട് അണ്ണാക്കൊക്കെ വേണ്ടെന്ന്. ഞാൻ വ്ളോഗിലുണ്ട് ആ ചുണ്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ചുണ്ടിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വെച്ചിക്കണ്. ഞാൻ വിചാരിച്ച ചോര കണ്ടതിന് അത് കോപ്പിറൈറ്റ് വരുന്ന്. ഭാഗത്തിന് അങ്ങനെ ഒന്നും വന്നില്ല. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയേക്കാണ്. പല ആളുകൾ ബിരിയാണിയും പൊറാട്ടയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെറും ചപ്പാത്തി കറി. ചപ്പാത്തിൻ്റെ ഡോക്ടർ കഴിക്കണ്ടെന്ന് ഇതിന് പറഞ്ഞിരുന്നത്. പക്ഷെ കഴിച്ച് നോക്കാം, പറ്റണതൊക്കെ നമ്മളെ കൊണ്ട് കഴിച്ചു തുടങ്ങി. ഹാർഡായിട്ടുള്ളതൊക്കെ ചെറുത് ഇങ്ങനെ കഴിച്ചു തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അതെ, നല്ല ലീച്ചിട്ടൊക്കെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. ഓക്കെ ഗൈസ്, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ വാലായിട്ട് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതോടുകൂടി വ്ളോഗ് അവസാനിക്കും. അപ്പൊ നമുക്ക് ചെറിയൊരു പാട്ട് പാടാം. ചില വാക്കുകളും ചിലപ്പോൾ കറക്റ്റ് വരില്ല, എന്നാലും നമുക്ക് പാടി വെക്കാം. تقدير كلام فستانا تعليم لو فستانا تلم عرش كرشدينا تتين وعلمونها وكل النشان يعلم أجبالك عصايا مخلوق جن إنسانا ملك سمانونا. അപ്പോൾ ഗൈസ് നമ്മൾ പോയൊക്കെ വന്ന് കുറച്ചൊക്കെ കറങ്ങിട്ടോ, കുറച്ചൊക്കെ കറങ്ങി തിരിഞ്ഞ് നമ്മളെ നാട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്, നിലമ്പൂർ. അപ്പോൾ ഇവിടെ ഷാനത്തെ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ചായ കുടിക്കുന്നു. ഹായ്. ഞാൻ വ്ളോഗൊക്കെ കാണാറുണ്ട്. ഓ താങ്ക് യു. രസമൊന്നുമില്ല, എന്നാലും ഞാൻ കണ്ടിരിക്കും. അപ്പോൾ അഫി ജാംജുമെന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിരിക്കണ്. ഓന് കളി കാണുമ്പോൾ കഴിക്കാൻ ഇന്ന് ഫൈനലാണല്ലോ. അപ്പോൾ എരും പുളിയും മധുരം ഒക്കെ ഉള്ളത് വാങ്ങിക്കാമെന്ന് പറഞ്ഞിരിക്കണ്. അപ്പോൾ അത് വാങ്ങിയില്ലേ എനിക്കൊന്ന് വീട്ടിൽ കയറിയ ഒരു സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ അതും കൂടി വാങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ പോവാം. ഇത്ര നേരം വൻ വീഡിയോ എടുക്കലായിരുന്നു, പക്ഷെ ഓണാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും കൂടി പറയും. എത്രയും നേരം എല്ലാം പറഞ്ഞ് വീഡിയോ എടുത്തിട്ടുണ്ട്, ക്യാമറ ഓണാക്കിയിട്ടില്ല. അങ്ങനെ ഏത് ക്യാമറാമാനും ഒരു അബദ്ധം പറ്റും, അങ്ങനെ കേട്ടില്ലേ ഗൈസ്? അനിയന് കളി കാണുമ്പോൾ തിന്നാൻ വേണ്ടിയിട്ട് സാധനം വാങ്ങണമെന്ന് വിളിച്ചിട്ട് ഏട്ടൻ ഈ ചുക്കാക്കു പർച്ചേസിങ്ങിന് ഇറങ്ങിയാണ്. എന്തോ തപ്പുണ്ട്. ഇപ്പം തന്നെ 2 റൗണ്ട് ഇവിടെ ചുറ്റി. ലേസിൻ്റെ കൗണ്ടറൊക്കെ ആഫ്റ്റർ എ ലോങ് ടൈം അല്ല ഈ ജാംജൂമിൽ. അപ്പം എൻ്റെ സ്നേഹങ്ങൾ മനസ്സിലാക്കണം അല്ലേ ഈച്ചോ? ഇടയ്ക്കൊരു കശ വിശൊക്കെ ഉണ്ടെങ്കിലും അല്ലേ സ്നേഹത്തിൻ്റെ പേരിൽ.
അങ്ങനെ സ്നേഹമുള്ളടത്തല്ലേ വഴക്കുണ്ടാവില്ലേ? സ്നേഹത്തല്ല്, അതെ ഓണത്തല്ല് എന്നൊക്കെ അതെ, ഓണത്തല്ല് എന്നൊക്കെ പറയണ പോലെ. പക്ഷെ ഭയങ്കര സ്നേഹം ഉണ്ടോ? വേറെ ആര് വാങ്ങിക്കൊടുക്കും ഇങ്ങനെ? കോഴിക്കോട്ടല്ലാത്ത പ്രോഡക്ട്സ് നമ്മൾ വാങ്ങും. ഓ, നമ്മൾ ലേസ് വാങ്ങില്ല, നമ്മൾ ബിങ്കോ എടുത്തു. ബിങ്കോ എടുത്തു. പക്ഷെ ഭയങ്കര ഹെൽത്തി സാധന. ഇനി എന്താ? എരുവായി അല്ല, എരുവായോ? ആ എരുവല്ല, ജ്യൂസ് ബോയ്ക്കോട്ടെ. എനിക്കറിയില്ല, ഞാൻ ഒന്നും വാങ്ങലില്ല. പക്ഷെ മറ്റേ നമ്മൾ നിരോധിച്ച് പെപ്സി, 7up എല്ലാ സാധനവും, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് മൊത്തം. ഇത് എനിക്കും കൂടി തിന്നാൻ, എനിക്ക് തിന്നാൻ പറ്റില്ലല്ലേ? കണ്ടോ, സ്വന്തമായിട്ട് ഇതൊന്നും തിന്നാൻ പറ്റൂലെങ്കിൽ പോലും അനിയനെ ആഗ്രഹം പറഞ്ഞപ്പം വാങ്ങിക്കൊടുക്ക. മിച്ചറാ? എന്ത് മിച്ചറാ? പയ്യോളി മിച്ചറോ? പയ്യോളി മിച്ചർ കിട്ടിയില്ല? ഫേമസ് മിച്ചറാ. എന്താണ് നിങ്ങൾ ഇവിടെ ഒന്നും കേൾക്കാത്തത്? പയ്യോളി മിക്സ്ചർ. വേറെന്താണ്ട്? ഹായ് സാഫി കാര്യമായിട്ട് വിളിച്ചപ്പോൾ എന്താ വേണ്ടിയിട്ട് വാങ്ങാൻ പറഞ്ഞ സാധനമാണ് ശർക്കര ഉപ്പേരി. എന്ത് പൂതി ചോദിച്ചു നോക്കാനോട്? ശർക്കര ഉപ്പേരി അതാ എടുക്കണം. അതിനോട് ഭർത്താവൊക്കെ വേണോ? എല്ലാവർക്കും സർജറീനെ പറ്റി ഇപ്പം എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഇതിലാണ്. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലേക്ക് എത്തി, ഫ്രഷായി. അപ്പോൾ ഇതിൽ ചാർജും ഇല്ലായിരുന്നു, പിന്നെ പുറത്ത് നല്ല മഴയായിരുന്നു, അപ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ചാർജൊക്കെ ചെയ്തു. പവർ ബാങ്ക് ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഞാൻ ചാർജാക്കി. അപ്പോൾ നമുക്ക് ആഫിക്ക് കൊടുന്ന സാധനം അവനെ ഏൽപ്പിക്കാം. ബോസ് പബ്ജി കളിച്ചിരിക്കുന്നുണ്ട്. സെറ്റല്ലേ? ഇതെന്തിനാണ് ഇത്? അപ്പോൾ ഇവൻ്റെ മുഖത്ത് നിന്നില്ലാത്തൊരു പൊലിവുണ്ട്. അത് വേറെ ഒന്നുമല്ല, എന്നോട് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു നാളെ സ്കൂളില്ല. എന്നോട് പറഞ്ഞ് നാളെ സ്കൂളില്ല, അപ്പോൾ കളി കാണാനും ഉണ്ട്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരണ്ടോ. അപ്പോൾ ഇപ്പം എൻ്റെ മുഖത്ത് ആ സ്കൂളില്ലാത്ത സന്തോഷം ഞാൻ വന്നപ്പോഴേ കണ്ടു. പിന്നെ വേറെ രണ്ടാൾക്കാരെ മൊത്തം ഞാൻ ആ സന്തോഷം ശ്രദ്ധിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവന് മാത്രമല്ല സ്കൂളില്ലാത്തത്, മൊത്തത്തിൽ 6 ജില്ലക്ക് ഒറ്റവധിൻ്റെ അല്ലേ? മഴയുണ്ട്, റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ ഉപ്പച്ചിക്കും ഉമ്മച്ചിൻ്റെ മുഖത്തും സന്തോഷം ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി മൊത്തത്തിൽ സ്കൂളില്ല എന്നുള്ളത്. ഇവിടെ സ്കൂളില്ലാതായ സന്തോഷമില്ല 3 ആൾക്കാരാണ്. കാരണം ഇപ്പോൾ സ്കൂളിൽ പോകണമെങ്കിൽ ഇവന് ഇമ്മച്ചിയും ടീച്ചേഴ്സാണ് കേട്ടോ. അപ്പോൾ ഓൾക്ക് ഭയങ്കര അതിയായ സന്തോഷം മുഖത്ത് ഞാൻ കണ്ടു. അപ്പോൾ ഓലെ ആ സന്തോഷം ഞാൻ ഒന്ന് കാണിച്ചു. ഇങ്ങനെയല്ലേ ഇതിനെല്ലാം മുഖം വന്നപ്പോൾ ഒരു അതിയായ സന്തോഷം കണ്ടിരുന്നു മുഖത്ത്. അതെന്തേ? മഴൻ്റെ അവധി ടെൻഷനായി. അതിൻ്റെ പൊലിവില്ല കേട്ടോ. ഒരാൾ ഇപ്പം തന്നെ കിടന്നു തുടങ്ങിക്കണം. അപ്പോൾ ബോസിൻ്റെ റിയാക്ഷൻ നമുക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റില്ല, ഉറക്കത്തിലാണ്. ഭയങ്കര ടെൻഷനായി. ഞാൻ എന്തൊക്കെയോ ക്ലാസ്സിൽ നാളെ കൊടുക്കാനും ആകെ ടെൻഷനായി. കാരണം ശനി ഞായറും അവധിയായിട്ട് ഓൾറെഡി നമ്മൾ നിൽക്കുകയാണ്. പെട്ടെന്നത് മഴ വരുമ്പോൾ പിന്നെ തരില്ല എന്ന് പുറത്തില്ല, അത്രയ്ക്ക് മഴയുണ്ട്. പക്ഷെ പെട്ടെന്നൊരു അവധി എന്ന് കേൾക്കുമ്പോഴേ വല്ലാത്ത ഷോക്ക്. 18 19 കിട്ടിയെന്നല്ല, പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു വല്ലാതെ കിട്ടിയിട്ടില്ലല്ലോ. അപ്പം നമുക്ക് പെട്ടെന്ന് എല്ലാ ശനി ഇപ്പോൾ സ്കൂൾ ഷോക്കിൽ ഞാൻ സന്തോഷം കണ്ടില്ലേ മുഖത്ത്. 3 നാളെ മുഖത്തൊന്ന് ഭയങ്കര പൊലിവ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നാളെ സ്കൂളില്ലാത്തതിൻ്റെ പൊലിവിലാണ്. പറയൂ, ഇതിൻ്റെ മാറ്റങ്ങളെ കുറിച്ച് പറയൂ. ഇന്ന് ഞാൻ വ്ളോഗ് എടുത്തിനു പോയപ്പോഴൊക്കെ. മാറ്റങ്ങൾ പണ്ടിപ്പോൾ പറയില്ലേ ഇനി അങ്ങനെ മാറ്റം എന്ന് വെച്ചാൽ ഇത്തിരീശ സോഫ്റ്റായ ഫുഡ് ഇത്തിരീശ കഴിക്കാൻ തുടങ്ങി. ദോശ, അപ്പം, നല്ല വെന്ത നെയ്ച്ചോറ്, പിന്നെ സോഫ്റ്റ് ചിക്കൻ കറിയൊക്കെ വെച്ചത്, മീൻ ഒക്കെ കഴിക്കൽ തുടങ്ങി. അൽഹംദുലില്ലാ. അതോടുകൂടി ജ്യൂസ് കൂടി കുറഞ്ഞു, സ്ട്രോ ഒഴിവാക്കി, എന്നൊക്കെ ഗ്ലാസ് വെച്ച് കുടിക്കാൻ തുടങ്ങി. പിന്നെ തിരിച്ച വയറ് നിറയൽ തുടങ്ങി അല്ലേ? ജ്യൂസ് മാത്രം കുടിച്ച് നമുക്ക് ഇങ്ങനെ മൂത്രമൊഴിക്കലല്ലേ ഇനി പണി. മൂത്രമൊഴിക്കാനേ അപ്പം കുറച്ചൊക്കെ വയറ് നിറയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കാണുന്നില്ല.
മുകളിലാണ് എപ്പോഴും. മറ്റേ തന്നെ ഉണ്ടായിനി വെള്ളം എന്ന് പറയുമ്പോൾ അറിഞ്ഞീനി എന്താ വേണ്ടിയത് നിങ്ങൾ പറയരുത്. അപ്പം അങ്ങനെയായി. പിന്നെ സംസാരിക്കാൻ കഴിയുന്നുണ്ട് കുറച്ചൊക്കെ. പിന്നെ മൊത്തത്തിൽ എൻ്റെ മുഖം കുറെ ബെറ്ററായി. ബെറ്ററായി അൽഹംദുലില്ലാ. പിന്നെ അതേപോലെ അനു ഒരാഴ്ച ബാംഗ്ലൂർ ആയിട്ട് എന്നെ കണ്ടിട്ടേ ഇല്ലേ. ഇന്ന് വീഡിയോ കോൾ കണ്ടതുകൊണ്ട് അറിഞ്ഞു നോക്കണ്ട കേട്ടോ. അനു ആകെ അന്തം മുട്ടിക്കണേ. കാരണം അനു ഞാൻ ട്രിം ചെയ്തതിന് ശേഷം ഒന്നും കണ്ടില്ല. എൻ്റെ ആ താടി അനുവിൻ്റെ വ്ളോഗിൽ നിങ്ങളെല്ലാവരും കണ്ടോ, ആ താടിയുള്ള മുഖം അനു കണ്ടിട്ടുള്ളൂ. പിന്നെ എന്താണ് അനു ഉണ്ട് ഇതെന്താ അത് എന്നൊക്കെ ചോദിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനിപ്പോഴും ഒന്നും ആയില്ല, ഇതിപ്പോഴും വീക്കുണ്ട്, ഇനിയും കുറേ കുറയാണ്ട്. അതിൻ്റെ പൂർണ്ണ കംപ്ലീറ്റ് ആയിട്ട് സെറ്റായി വരുമ്പോൾ ഇതിനൊക്കെ ഇൻഷാല്ലാ കുറച്ചുകൂടെ ഒക്കെ ടൈം എടുക്കും. ഉഷാറാവട്ടെ. വെറുതെ എഴുതിയിട്ടൊക്കെ ഒരാവശ്യമില്ലാത്ത സാധനം. എന്താ എഴുതിയിട്ട് എനിക്ക് നാളെ അവധിയല്ലേ, അയാളെ എഴുതിയിട്ടൊക്കെ എന്താണിത് ഫോക്കസ് ആവില്ല. എന്താ എഴുതിക്കണേ അത് വായിച്ചേ. യൂറോ കോപ്പ ഫൈനൽ മത്സരം പ്രമാണിച്ച് മലപ്പുറം ജില്ലയിൽ സ്കൂളുകൾക്കും കോപ്പ അമേരിക്ക മത്സരം രാവിലെ ആയതിനാൽ മദ്രസകൾക്കും നാളെ അവധിയായിരിക്കും. ഫുട്ബോളിനെ നെഞ്ചിലേറ്റിയ മലബാറിലെ എല്ലാ ജില്ലാ കളക്ടർമാർക്കും ഫുട്ബോൾ ഫാൻസിൻ്റെ 1000 അഭിനന്ദനം. ഇതൊക്കെ കണ്ടാൽ കളക്ടർ പിന്നെ ശരിക്ക് കളക്ടർ കണ്ടറിന് അവധി കൊടുത്ത പോലെ ഉണ്ട് കേട്ടോ. അല്ല എല്ലാവർക്കും എളുപ്പമായി. അഫി ഓപ്പനാബാബാൻ്റെ അടുക്ക് പോയി ഞങ്ങളെ. അപ്പോൾ അഫിനോട് പറഞ്ഞു വേഗം നീച്ചോ, എനിക്ക് പരീക്ഷയൊക്കെ ഉള്ളതല്ലേ, ഒരുപാട് പഠിക്കാല്ലേ. ഞാൻ നാളെ പോകില്ല. പൊന്നാര അഫി എനിക്ക് ശനി ഞായർ അവധി കിട്ടിയല്ലേ. എന്തായാലും ഞാൻ നാളെ പോകില്ല. ഇന്ന് എത്ര കളിയുള്ളത് അറിയോ, എനിക്കതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം എപ്പോഴാണ് പോകാൻ കൂടെ, നാളെ ഞാൻ പോകൂല വാശി പിടിച്ചിരിക്കന്. അപ്പോഴാണ് ഈ അവധി പ്രഖ്യാപിക്കണം. പിന്നെ ഓനെ ഇങ്ങോട്ട് കണ്ടിട്ട് തന്നെയല്ലേ, പിന്നെ തന്നെ പിന്നെ ഓനെ ഞാൻ കണ്ടിട്ട് തന്നെ അല്ല. ചോറുണ്ടിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അതിലൊക്കെ തന്നെ കയറി പോവുക, ഇങ്ങോട്ട് വരുന്ന തന്നെ അല്ല. ഇനി എത്ര ദിവസത്തിനോ ഓൻ്റെ സ്വന്തം നിലക്ക് മഴ കാലാവസ്ഥക്ക് മാറ്റം വരാമെന്നാൽ മതി ഇനി എന്നൊക്കെ പറയുന്നുണ്ടാവും ഞാൻ. അവന് എപ്പോഴും ഇല്ല പരാതി ഉണ്ട്. അതായത് സ്കൂളിലെ ടൈമിലൊന്നും ഒരു മഴ ഉണ്ടാവില്ല. സ്കൂളിൽ നിന്ന് ശനി ഞായറും പെരുമഴ, എന്നിട്ട് സ്കൂളിലുള്ള ടൈമിൽ ഒരു മഴ ഉണ്ടാവില്ല. തിങ്കളാഴ്ച തൊട്ട് വെയിൽ, സ്കൂളിലൊക്കെ ഇരിക്കുമ്പോൾ ചൂട്, ഫാൻ ഇട്ടാലും ചൂട്, വേർക്കുക, അതൊക്കെയാണ് അവൻ്റെ പരാതി. ശനി ഞായർ എവിടേക്കും ഇറങ്ങാനും പറ്റില്ല, ഫുള്ള് മഴയാവും. ഇന്നിപ്പോൾ ബോസ് ഹാപ്പി ആയിക്കണ്. ഓനിപ്പോൾ മഴയായിട്ട് ഇവിടെ ആൾക്കാർ കഷ്ടപ്പെടണമെന്ന് ഓന് വിഷയമല്ല. സ്കൂൾ അവധിയാണോ അതേക്കോ നോക്കണോ. അഞ്ചുഖാൻ്റെ ഫാമിലിനെ ദുബായിക്ക് കൊണ്ടുപോയിക്കണേ, അഞ്ചുഖാൻ്റെ ഫാമിലിനെ. അപ്പോൾ വലിയ മോളോടൊക്കെ സ്കൂൾക്ക് പോകണം. അഞ്ചുഖാൻ്റെ മോള് അഞ്ചുഖാൻ്റെ സ്റ്റോറി കണ്ടിട്ട് പറഞ്ഞാവും. അപ്പോൾ ഓക്കെ, ഇതേ നമ്മളിന്നത്തെ ഒരു ചെറിയ വ്ളോഗ്. അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നൊന്ന് പുറത്തിറങ്ങിയപ്പോൾ എനിക്കുണ്ടായ ഇമ്പ്രൂവ്മെൻറ്റ്സും അപ്ഡേറ്റ്സും ഒക്കെ അറിയിക്കാമെന്ന് വിചാരിച്ചിട്ട്. ചപ്പാത്തി ചെറുതായിട്ട് കഴിക്കാൻ, അത് ഞാൻ വ്ളോഗിൽ പറഞ്ഞാണ്, ചെറുതായിട്ടേ കഴിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ഞാൻ പറഞ്ഞിരുന്നു, ചപ്പാത്തി പൊറോട്ടയൊക്കെ ഡോക്ടർ ഒഴിവാക്കും, പക്ഷെ എന്നാലും കട്ടിയുള്ള അങ്ങനെ ചെറുതായിട്ട് കഴിച്ചു തുടങ്ങുന്നത്. അത് പിന്നെ കുറച്ച് സോഫ്റ്റുള്ള ചപ്പാത്തി ആയതുകൊണ്ടാണ് കഴിക്കാൻ പറ്റും. ശരിക്കും ഈ കട്ടിയുള്ള ചപ്പാത്തി ഒന്നാണെങ്കിൽ കഴിക്കാൻ പറ്റില്ല. ശരിക്കും നമ്മൾ ഇങ്ങനത്തെ കഴിഞ്ഞാൽ പുറത്തുനിന്ന് നല്ല നൂഡിൽസോ നൂഡിൽസോ അല്ലെങ്കിൽ നൂഡിൽസൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് കുറച്ചൊക്കെ ചവക്കാൻ പറ്റും, അങ്ങനത്തെ ഒക്കെ കഴിക്കാം. അപ്പം അങ്ങനെ ഒരു അപ്ഡേഷൻ മൊത്തത്തിൽ അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടും കൂടെ അതിനൊന്നൊരു വ്ളോഗ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇതെല്ലാം ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ. പാട്ടൊന്നൊന്ന് പാടിക്കണ കാറന്ന് അത് കിട്ടിക്കണാവോ, മറ്റേ പകലൽ നിശാനിയാലം ആ പാട്ട്. അപ്പോൾ അതേ നമ്മളെ വ്ളോഗ്. താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ. അപ്പോൾ ഗൈസ്, ഞാൻ വ്ളോഗ് വൈൻഡപ്പ് ആക്കിയതായിരുന്നു. അപ്പോൾ ചെറിയൊരു എനിക്ക് ഇന്ന് മൊത്തത്തിലുള്ള ക്ഷീണമുണ്ട്. അങ്ങനെ ഉറങ്ങാൻ വേണ്ടി നിൽക്കാം. പിന്നെ അപ്പുറത്ത് ടിവിൻ്റെ അവിടെ നല്ല ഒച്ച കൂടിയിട്ട്. അപ്പോൾ കണ്ടോ, ടൈം കണ്ടോ, 12:54 കേട്ടോ. ഒരു ഇതുവരെ കാണാത്തൊരു കാഴ്ച ഇതിപ്പോൾ കാണാൻ പോവുകയാണ്. ഇതുവരെ ഇത്രയും കാലമായിട്ടൊന്നും വീട്ടിൽ ഇങ്ങനൊരു കാഴ്ച കണ്ടില്ല. ഒരു അത്ഭുതം, വളരെ റെയറായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. കാണിച്ചു തരാം. അഫീൻ സൗണ്ട് ഒന്ന് ഇറക്ക്. കാണിച്ചു തരാം കേട്ടോ കാഴ്ച. ഇതാരാ നോക്കൂ ഗൈസ്. ഓയ്
കളിൻ്റെ ശ്രദ്ധയില്ല കേട്ടോ. ഇതൊന്നും മൈൻഡ് ആക്കണില്ല വ്ളോഗൊന്നും. ബോസേ ഇത്രയും നേരം പേര് ഉറക്കഴിഞ്ഞ് കേട്ടോ. ഇപ്പോൾ 12:30 അലാറൊക്കെ വെച്ച് നീച്ച് വന്നേക്ക കളി കാണാൻ. നാളെ സ്കൂളില്ലേ? ഒന്നുമില്ല. എന്താ സ്കൂളില്ലാത്ത? സ്കൂളൊക്കെ കൊണ്ട് തന്നെ ഫുട്ബോൾ 12:30 ഞാൻ ചെറുക്കാണ്. അതും കാണുന്നുണ്ടോ? എല്ലാം കൊടുത്ത് അറിഞ്ഞല്ലോ. കളക്ടർ അവധി എന്നാ? ഫുട്ബോളിലുണ്ട് അവധി എന്നതാ? കളക്ടർക്ക് ഒരു ജയ് വിളിക്കുന്നാല് എന്താണ് ഇതിന്റെ മാറ്റത്തിനെ പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാൻ അമ്മച്ചിനെ കൊണ്ട് നേരത്തെ പറയിച്ചു, നിങ്ങൾ ഉറങ്ങിനി ഇപ്പൊ നീച്ചു വന്നിക്കണ നിങ്ങൾ. ഈ ഫുട്ബോളിന്റെ അടിക്കൂടെ മാറ്റാൻ എല്ലാം ഒരു യെല്ലോ കാർഡ് കിട്ടിക്കണ എന്താ നോക്കട്ടെ. അപ്പോൾ കിട്ടാനുള്ളത് കിട്ടി, നമ്മൾ വാങ്ങിക്കൊണ്ട് നമ്മൾ പോകണം. ചെന്ന് പൊയ്ക്കപ്പെടുന്ന എൻ്റെ ഫുട്ബോളിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മാറ്റം. നാനിക്കുട്ടി റോക്സ് വ്ളോഗ് അതിൻ്റെ പേര് ഒരു ബായ് കൊടുക്കി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലടിക്കുക. എന്ത് സ്കൂളിൽ ബെല്ലടിക്കുക? സൗണ്ട് ഞാൻ ഓഫാക്കി വെച്ചതാട്ടോ. അന്ന് ഇനി സൗണ്ട് ഇട്ടോ. ഓക്കെ ഗൈസ്, ബൈ.